It was great. എനിക്ക് ഇറ്റ്സ് വേർഡ്സ് കിട്ടുന്നില്ല. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. രാജേഷ് മാധവൻ എന്ന ഡയറക്ടർ അഴിഞ്ഞാടിയ ഒരു മൂവിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. കോമഡി ഉണ്ട്. ഇറ്റ്സ് വെരി ഡീപ്പ്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ പുള്ളിക്കാരനെ ഇപ്പോൾ കണ്ടിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഹീ ഈസ് എ ജെം. There is nothing else to say. ഒരു അടിപൊളി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വിവേകമില്ലാത്തൊരു നാട്, ഒരു വെളിവില്ലാത്തൊരു നാട്ടിലെ ഒരു പട്ടി മാത്രം വെളിവുള്ളൊരു പട്ടി. ആ ഒരു കൺസെപ്ഷനാണ് എഴുതിയിരിക്കുന്ന. രാജേഷ് ഉഗ്രനായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുന്നത് ചെമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്, കിഡിലിൻ്റെ എഡിറ്റിങ്. അത് ടോവിനോ മറ്റേ പട്ടിക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്, പട്ടിയുടെ ചെന്തുകൾക്ക് വേണ്ടി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കിടിലുണ്ടോ. വെറൈറ്റി മേക്കിങ് ഉഗ്രനായിട്ടുണ്ട് പടം. എന്ന് വെച്ചാൽ നമുക്കൊരു മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കിടിലം പടം. അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി മേക്കിംഗ്, പക്ക കോമഡി. എന്ന് വെച്ചാൽ നല്ലൊരു തീം അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വെളിവില്ലാത്ത ഗ്രാമത്തിലെ ഒരു കഥ, ഒരു വെളിവുള്ള ഒരു പട്ടി മാത്രം അവിടെ. അടിപൊളി. നല്ല സിനിമ. കോമഡിയൊക്കെ നല്ലതാ, ഡയറക്ഷൻ നല്ലതാ. അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി പടം. നല്ല സിനിമയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ല രസം. മേക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്. രവിൻ്റെ സ്ക്രിപ്റ്റ്, സബിൻ, എല്ലാവരും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും പുതുമുഖങ്ങളാണ് ഇതിൽ കൂടുതലും അഭിനയിച്ചിട്ടുള്ളതല്ലോ. അപ്പോൾ അതെല്ലാവരും ഭയങ്കര നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. നന്നായിട്ടുണ്ട്. അതാ പറഞ്ഞൊരു നമ്മൾ കാണാത്തൊരു ടെറൈൻ, അവിടുത്തെ കുറേ ആൾക്കാർ, ഭയങ്കര പുതുമയുണ്ട് സിനിമയിൽ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പുതിയ ആർട്ടിസ്റ്റുകളാണ് അവർ. നമുക്ക് ഒട്ടും എന്താ പറയുക, നമുക്കൊന്നും ലാഗ് ചെയ്യിക്കുന്നില്ല. കാരണം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു. നല്ല പെർഫോമൻസ്, വളരെ നന്നായിട്ട് രാജേഷ് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു പുതു അനുഭവമാണ് ഇത്തരം സിനിമ. ഏതാണ്? അതെ, ബെറ്ററാണ്. നന്നായിട്ട് പല പൊളിറ്റിക്സ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് വളരെ കണക്റ്റ് ആകുന്ന പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമ. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല സിനിമയാണ്. നല്ല 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 സിനിമയാണ്. അതെ അതെ, നല്ല രസമുള്ള, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. അത് വളരെയധികം പണിയെടുത്തിട്ടുള്ള സിനിമോട്ടോഗ്രാഫർ ആണെങ്കിലും അതിന് ചുറ്റുമുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം എനിക്ക് അങ്ങനെ പറയാനൊന്നും അത്ര അറിയില്ലെങ്കിലും എല്ലാവർക്കും കൃത്യം കോൺട്രിബ്യൂഷനുള്ള ഒരു നല്ല സിനിമയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ തന്നെ കാണണം. ഹ്യൂമർ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയുടെ മുഴുവൻ കഥ അറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടപ്പോൾ ഞാൻ പോലും ചിരിച്ച കുറേ സമയങ്ങളുണ്ട്. എനിക്ക് തന്നെ കണ്ട് ചിരി വന്ന ഒരുപാട് രസമുള്ള സന്ദർഭങ്ങളുണ്ട്. പിന്നെ ഇത്തരം ഒരു തമാശ സിനിമ കുറേ കാലമായിട്ട് പേഴ്സണലി ഞാൻ മിസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായി വന്നിരുന്ന് തിയേറ്ററിലിരുന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്നത് ഒരേ സമയം ലക്കുമാണ്. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. ഇത് പിന്നെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അതുവരെ വളരെ കോമഡി ആയിട്ട് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ക്ലൈമാക്സിൽ വരുന്ന ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഈ ലിജോ ജോസ് സിനിമയുടെ ഒക്കെ ക്ലൈമാക്സിൽ അത് ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു സീനായിരിക്കും അത് കാണുന്ന, ഒരു റിയാലിറ്റിക്ക് മേലെ കാണിക്കുന്ന ഒരു സീൻ. ഇതിനകത്ത് ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളിങ്ങനെ ഒരു വിശാലമായ സ്ഥലത്ത് ഒരു കാട്ടിലേക്ക് പല ടൈപ്പ് മൃഗങ്ങൾ, അതായത് ഈ ഒരു തടവറയിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ട രീതിയിൽ. അപ്പം ശരിക്കും അവർ ഒരു മനുഷ്യൻ മൃഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആക്ച്വലി ഇല്ല. മനുഷ്യനും മറ്റൊരു മൃഗം തന്നെയാണെന്നുള്ളൊരു ഫീലിംഗ്, പരസ്പരമുള്ള കലഹം, അതൊക്കെയാണ് ആ സിനിമയുടെ ഒരു തീമാറ്റിക് ബേസിൽ. വേറൊരു ഞെട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പെർഫോമൻസ് മൊത്തം തിയേറ്റർ ആർട്ടിസ്റ്റ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഗംഭീരമായ പെർഫോമൻസാണ്. അത് ഒറ്റ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു 10, 20, 30 ക്യാരക്ടേഴ്സിനെ, പുതുമുഖ താരങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരെയും വേറെ വലിയ വലിയ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. അത്ര കയ്യടക്കത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പുതുമകൾ ഇങ്ങനെ കണ്ടിട്ട്, പക്ഷേ ഒരു സീൻ കൺട്രോൾ ചെയ്യാൻ നമുക്കറിയാലോ, സീനിയേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാരക്ടേഴ്സ് നിന്നിട്ട് അവരുടെ കൂടെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ കംപ്ലീറ്റ് പുതുമകൾ വെച്ചിട്ട് ഇതുപോലെ ഭയങ്കര ബഹളമാണ് സീനിൽ. അതിങ്ങനെ കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീരെ എളുപ്പമല്ല. വളരെ നാച്ചുറലായിട്ട് തോന്നി. ആ ഒരു ഗ്രാമത്തിലേക്ക് ഈ ഒരു ഇഷ്യൂ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ ക്യാമറ വെച്ചാൽ എങ്ങനെ ഇരിക്കും.
ഇപ്പോൾ രാജേഷ് മാധവൻ്റെ ഒരു ഡെബ്യൂട്ട് ഡയറക്ടറാണ്. അദ്ദേഹം സിനിമയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഡയറക്ഷൻ വേറൊരു സംഭവമാണല്ലോ. അതിൽ ഇത്രയും ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ സിനിമ. അത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വൺസ് ആ ഒരു കഥയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് ആ എൻ്റർടൈൻമെൻറ്റ് കിട്ടുള്ളൂ. ആദ്യം കുറച്ച് ഭാഷാപരമായ പ്രശ്നങ്ങളും നമ്മൾ കണ്ട് ശീലിച്ചില്ലാത്ത ഒരു വ്യാകരണമാണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു തികച്ചും ഫ്രഷ് ആയിട്ടുള്ള ഒരു മലയാള സിനിമ. എനിക്കൊന്ന് ഇത് നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. നമുക്കത് ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനു മുമ്പ് തന്നെ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ജനങ്ങൾ ഇത് കാണണം. ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.